ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ മാർച്ച് മാസം 26-ാം തീയതി ശുക്രരാശി മാറ്റം സംഭവിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ മീനം രാശിയിലുള്ള ശുക്രൻ നാളെ മുതൽ മേടം രാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ്. ശുക്രൻ്റെ ഈ രാശി മാറ്റം ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ നൽകുന്നു എന്നുള്ളതാണ്. ശുക്രൻ എന്ന ഗ്രഹം ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. ശുക്രൻ എപ്പോഴൊക്കെയാണോ രാശിക്ക് നല്ല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങൾ, ആ സമയം ഓരോ രാശിക്കാർക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ഓരോ രാശിക്കും എന്തിൻ്റെയൊക്കെയാണോ ആധിപത്യം ശുക്രൻ വഹിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങളാണ് നൽകുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു നല്ലത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലത്തിൻ്റെയോ വർഷത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഒരു ദോഷം സംഭവിക്കണമെങ്കിലും. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ഒരു നല്ലത്, നന്മകൾ, ഐശ്വര്യങ്ങൾ സംഭവിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അത്രമേൽ ശുഭത്വമുള്ളതാണ് ശുക്രരാശി മാറ്റം. ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ചില രാശിക്കാർക്ക് ഈ ശുക്രരാശി മാറ്റം വലിയൊരു ആശ്വാസവും ജീവിത മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന തരത്തിലുമാണ് ഉള്ളത്. ഇത് ശുക്രരാശി മാറ്റത്തിൻ്റെ ഒരു പൊതുഫലമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന ജാതകം പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇപ്പോൾ ശുക്രദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ ജാതകത്തിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശുക്രൻ്റെ അപഹാരമാണോ, ശുക്രൻ ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും പറയുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ശുക്രരാശി മാറ്റം ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്നവർക്ക് അത്രമേൽ ഗുണാനുഭവങ്ങളാണ് നൽകുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ആ ഗുണഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജന്മരാശിയിലേക്ക് ശുക്രൻ വരുന്ന സമയമാണ്. മേടം രാശിയുടെ അധിപൻ കുജനാണ് ചൊവ്വ. ശുക്രൻ തനിക്ക് സമനായി കാണുന്ന ഗ്രഹമാണ് ചൊവ്വ. ആ ചൊവ്വയുടെ രാശിയിലേക്കുള്ള ശുക്രരാശി മാറ്റം പ്രധാനമായും മേടം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള, പണം സംബന്ധിച്ചിട്ടുള്ള ഒരു നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങളാണ് ജീവിതത്തിൽ നൽകുന്നത്. ധനപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കടബാധ്യതകൾ, അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടുന്ന തരത്തിലുള്ള ഒരു നല്ല സമയമാണ് മുന്നോട്ടുള്ളത്. പല നല്ല അവസരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, അതുപോലെ പല വ്യക്തികളിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് ധനപരമായ സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സംഭവിക്കും. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നതി, ഒരു ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം, സുഖം, സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരും. കുടുംബ ബന്ധങ്ങളിൽ ഉള്ള ഭിന്നതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടുമാറുക. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ, വിവാഹം പോലെ, അതുപോലെ ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായും ധനപരമായ ഒരു നേട്ടം, ഒരു മുന്നേറ്റം, കുടുംബത്തിൽ സമാധാനം, സുഖം, സന്തോഷം, ഐശ്വര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. മേടം രാശിക്കാർക്ക് എടുത്തു പറയേണ്ട മറ്റൊന്ന്, ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറുമെന്നുള്ളതാണ്. എന്ത് കാര്യകാരണങ്ങൾ കൊണ്ടാണെങ്കിലും ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടിടങ്ങളിലായിട്ട് ദമ്പതികൾ വേർപിരിഞ്ഞിരിക്കേണ്ട അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ പൂർണ്ണമായി മാറ്റമുണ്ടായി ആ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടം, ഗുണഫലങ്ങൾ, നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന കാലതാമസം, വിവാഹത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹ യോഗം മേടം രാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മേടം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും സമയം വളരെ വളരെ ഉത്തമമാണ്. നല്ലൊരു മംഗല്യം നിങ്ങൾക്കും ലഭിക്കും. ഈ ഒരു കാലഘട്ടം പൊതുവെ മേടം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ നല്ല വിലയും മതിപ്പും ഒക്കെ ലഭിക്കുന്ന അത്യുത്തമമായിട്ടുള്ള സമയമാണ്. നിങ്ങൾ പറയുന്ന വാക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു സമയം.
അങ്ങനെ കുടുംബത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം, ഉയർച്ചകൾ ഈ കാലഘട്ടങ്ങളിൽ മേടം രാശിക്കാർക്ക് ശുക്രൻ നൽകും. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മുടെ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമായതുകൊണ്ട് ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തൂ. അതുപോലെ തന്നെ അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെ ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുന രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാണ്. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ്. 11-ാം ഭാവത്തിൽ മിഥുനരാശിക്കാരായ നിങ്ങൾക്ക് ഏറ്റവും ശുഭനായ ശുക്രൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ലാഭങ്ങൾ എല്ലാം വന്നു ചേരുന്ന സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പല മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികളും ലാഭം എന്നൊരു വാക്ക് ജീവിതത്തിൽ കേട്ട് കാണാനുള്ള സാധ്യതയില്ല. അത്രമേൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു വന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അപ്രതീക്ഷിതമായ ധനനേട്ടം, ലാഭം, കാര്യവിജയം ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. ജീവിത ഉയർച്ച ഇതൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം വന്നു ചേരുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. അപ്രതീക്ഷിതമായ ജീവിത മുന്നേറ്റമായിരിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ, വിജയത്തിൻ്റെ കാലഘട്ടമാണ് ഈ ഒരു സമയം. 10% പ്രയത്നിച്ചാൽ നിങ്ങൾക്ക് 100% ഈശ്വരൻ ഫലം നൽകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം ഈശ്വരാനുഗ്രഹം അത്രമേൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഭാഗ്യമെന്ന് പറയുന്നതും. അപ്പോൾ ആ ഒരു ഭാഗ്യത്തിൻ്റെ, ഈശ്വരാനുഗ്രഹത്തിൻ്റെ സ്വാധീനം അത്രമേൽ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ഒരു സമയത്ത് മിഥുനരാശിയിൽപ്പെട്ട പലർക്കും പലതരത്തിലുള്ള ശുഭച്ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. പലർക്കും ഒരു വണ്ടി, വാഹനം വാങ്ങുവാനുള്ള യോഗം, സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. വിദേശ യാത്രയ്ക്കോ വിദേശ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് ഈ സമയം വളരെ വളരെ അനുകൂലമാണ്. ഈ യാത്രകൾ മുഖാന്തരം നേട്ടം, നന്മകളൊക്കെ ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളോ പുണ്യസ്ഥലങ്ങളോ ഒക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ലഭിക്കാനുള്ളവർക്ക് അത് കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു സമയം മിഥുന രാശിക്കാരെ സംബന്ധിച്ച് മിഥുന രാശിക്കാരായ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലത, വേവലാതികൾ, ആശങ്കകൾ വിട്ടുമാറുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം, വിദേശ പഠനം, ഉപരിപഠനം, അതുപോലെ തന്നെ അവർക്ക് നല്ല വിവാഹ ജീവിതം, മംഗല്യഭാഗ്യമുണ്ടാവുക, സന്താന ഭാഗ്യമുണ്ടാവുക, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല ജോലി ലഭിക്കുക, ഇതൊക്കെ ഈ ഒരു സമയത്ത് അവർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ സന്താനങ്ങളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് മിഥുനരാശിക്കാരായ മാതാപിതാക്കൾക്കും ഏറ്റവും അധികം സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ശുക്രൻ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യം, സൗഭാഗ്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും മിഥുനരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ അപ്രതീക്ഷിതമായ ചിലവുകൾ ധാരാളം വരും. ആ ചിലവുകളൊക്കെ ശുഭ ചിലവുകളായിട്ട്, മംഗളകരമായിട്ടുള്ള ചിലവുകളായിട്ട് മാറുന്ന ഒരു അനുഭവം ഉണ്ടാകും. 11-ലെ ശുക്രൻ്റെ സ്ഥിതി നിങ്ങൾ മനസ്സിൽ ഏത് കാര്യം ആഗ്രഹിച്ചാലും അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഈശ്വരാനുഗ്രഹവും നിങ്ങൾ മിഥുന രാശിക്കാർക്ക് ലഭിക്കുന്ന അത്യുത്തമമായ സമയമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി ആധികാരികമായിട്ട് ഇപ്പോൾ നടക്കുന്നതും മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരുടെ വ്യക്തിപരമായ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈയൊരു ശുക്രരാശി മാറ്റം വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് യോഗകാരകനായ ഗ്രഹമാണ് കുജൻ, ചൊവ്വ. ആ ചൊവ്വയുടെ രാശിയായ മേടത്തിലേക്ക് ശുക്രൻ വരുന്ന സമയം നിങ്ങൾക്ക് ഈ ഒരു കർമ്മസംബന്ധമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമായിരിക്കും.
കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതിരിക്കുന്നവരാണ്, ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കഴിവിനും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ പ്രതീക്ഷിച്ച ആ ഒരു ഉയർച്ചയോ ഒരു മാറ്റങ്ങളോ ഒന്നും ലഭിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചിട്ടുള്ള ആ ജോലിയിലൊരു മുന്നേറ്റം, അതായത് പലർക്കും ഒരു പദവി ഉയർച്ച അല്ലെങ്കിൽ പദവി മാറ്റം, ആഗ്രഹിച്ച ഇടത്തേക്ക് ഒരു സ്ഥാനമാറ്റം, ഇങ്ങനെ കർമ്മസംബന്ധമായിട്ട് വളരെ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സമയമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കാം. സമയം അനുകൂലമാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അവിടെ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിലൊക്കെ അതിനൊക്കെ സമയം വളരെ വളരെ അനുകൂലമാണ്. തീർച്ചയായിട്ടും കർക്കിടകം രാശിക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം എന്താണോ ആ കർമ്മത്തിൽ കൂടെ ഉയർച്ച, അതുമൂലം ധനവരവ്, നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സ്വന്തമായി ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കും സമയം അത്രത്തോളം അനുകൂലമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഈ ഒരു സമയം ശുക്രൻ്റെ ഒരു സാന്നിധ്യം മാനസികമായും ശാരീരികമായും ഒരു സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണമായി ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയമാണ്. മനസ്സിനെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും വിട്ടുമാറി മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ശുക്രൻ നിങ്ങൾക്ക് നൽകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗൃഹനിർമ്മാണമൊക്കെ ഈ ഒരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയമാണ്. മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അനുഗ്രഹം, അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ പല നന്മകളും ഗുണഫലങ്ങളും ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. പൊതുവേ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹം ഒക്കെ ലഭിക്കും. കർമ്മസംബന്ധമായ ഉയർച്ച, പണം സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ധനപരമായിട്ടുള്ള മുന്നേറ്റം, ആരോഗ്യത്തിൽ നല്ല മുന്നേറ്റം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാർക്ക് ശുക്രൻ നൽകും. അതുപോലെ ഭൂമി യോഗവും ഗൃഹയോഗവും ഒക്കെ നൽകുന്ന ഒരു സമയമാണ്. പലർക്കും അതിനുള്ളൊരു ഭാഗ്യം, യോഗമൊക്കെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. ഒരു പാർട്ട്ണർഷിപ്പിൽ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ പലർക്കും ആരംഭിക്കുവാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സമയമാണ്. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സമയം വളരെ അനുകൂലം. അതിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഇതിനെ നിങ്ങൾ കർക്കിടകം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങളാണ് നൽകുന്നത്. അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം ഏറ്റവും ഉത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് കുജൻ, ചൊവ്വ. ആ ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. പലതരത്തിലുള്ള ഭാഗ്യങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരിക. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റം, ധനലാഭം ലഭിക്കുന്നത് മൂലം, മറ്റു ചിലരെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജോലി ലഭിക്കുന്നതോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രതീക്ഷിക്കുന്ന ഉയർച്ചയോ നേട്ടങ്ങളോ നന്മകളോ ലഭിക്കുന്നത് മൂലം, അതുപോലെ പലർക്കും സ്വന്തമായിട്ട് ഭൂമിക്കുള്ള യോഗം, ഗൃഹത്തിനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ശുക്രൻ നൽകുന്നതാണ്. ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തമമായ ഒരു സമയമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന സമയമാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്, ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന കാര്യകാരണങ്ങൾ പലതാകാം. അതെന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരം ലഭിക്കുക, പലതും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് മുന്നോട്ട്
നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ജീവിതത്തിന് ഒരു അടിത്തറ നൽകുന്ന തരത്തിലാണ് ഈ ശുക്രരാശി മാറ്റം മാറുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് വിട്ടുമാറി സഹോദരങ്ങളുമായിട്ട് കൂടിച്ചേരുവാനുള്ള അവസരം, സഹോദരങ്ങളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഗുണങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുക, അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു തുണയാവുക, പല സഹായങ്ങളും നിങ്ങളിൽ നിന്ന് അനുഭവത്തിൽ വരിക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നല്ലൊരു മാറ്റം, നന്മകൾ ലഭിക്കുകയും ചെയ്യും. പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് ചിങ്ങം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ഭൂമി വിൽക്കാനായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂമി ഈ ഒരു സമയത്ത് വിൽക്കാൻ സാധിക്കുകയും ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തിലെ പല കടബാധ്യതകളോ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ ഭൂമി വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു ഈശ്വരാനുഗ്രഹവും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകും. അങ്ങനെയുള്ള ചില നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ശുക്രൻ ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് നൽകുന്നതുമാണ്. ഈ ഒരു കാലഘട്ടം പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കുക. ആ ഭാഗ്യാനുഭവങ്ങളെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുകയും വേണം. ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമായതുകൊണ്ടും നിങ്ങളുടെ കർമ്മസംബന്ധമായ തടസ്സങ്ങളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തു തന്നെയാണെങ്കിലും അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടവും ഒരു മുന്നേറ്റവും ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരുന്നത്. ആ ഒരു ഭാഗ്യം നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഈശ്വരൻ നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് ആരോഗ്യമായിക്കൊള്ളട്ടെ, സാമ്പത്തികപരമായ നേട്ടം, അതുപോലെ തന്നെ ജോലി, അതുപോലെ വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം ജീവിതത്തെപ്പറ്റി ആധികാരികമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഉത്തമമാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം ഉത്തമമാണ്. ശുക്രൻ നിങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ധനുരാശിക്കാരായ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി തന്നെ കുജനാണ്, ചൊവ്വ. ആ ചൊവ്വയുടെ രാശിയായ മേടത്തിലേക്ക് പൂർവ്വപുണ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്ന സമയം ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി ഒരു സമാധാനം, സുഖം, സന്തോഷം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെയാണ് ലഭിക്കുക. പൊതുവെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവ്, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിലാണ് ധനുരാശിക്കാർ ഓരോ വ്യക്തികളും ഓരോ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയിട്ടുള്ളത്. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ പണം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കഷ്ടതകളൊക്കെ വിട്ടുമാറുക, നിങ്ങളുടെ മുൻപിൽ നല്ല നല്ല വഴികൾ തുറന്നു കിട്ടുക, നല്ല അവസരങ്ങൾ വന്നു ചേരുക, ഇതൊക്കെ അനുഭവത്തിൽ വരും. കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ആ പാഴ്ചിലവുകളൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു ശുഭ ചിലവുകൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടങ്ങൾ, കടബാധ്യതകൾ വിട്ടൊഴിയുക, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുക, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറുക. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ പൂർണ്ണമായി മാറ്റമുണ്ടാവുക. ഇങ്ങനെ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്നും എല്ലാവിധ നെഗറ്റീവുകളെയും മാറ്റി കളയുന്ന തരത്തിൽ ഒരു അനുഭവമാകും ലഭിക്കുക. എല്ലാ നെഗറ്റീവുകളും വിട്ടുമാറി പോസിറ്റീവായിട്ടുള്ളൊരനുഭവം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല രീതിയിലാണ് ഈ ശുക്രരാശി മാറ്റം അനുഭവത്തിൽ വരിക.
ഈ സമയത്ത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഒരു 10% നിങ്ങൾ പ്രയത്നിച്ചാൽ 100% ഫലം ലഭിക്കുന്നത് പോലെ എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. പൊതുവേ ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. നിങ്ങളുടെ കർമ്മമേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കർമ്മത്തിൽ കൂടെ നല്ല ഒരു വരുമാനം, ജീവിത നിലവാരവും ഉണ്ടാവുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതനുഭവിക്കുന്നവരാണെങ്കിൽ ആശുപത്രി വാസങ്ങൾ, രോഗദുരിതങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം മുടക്കുന്ന അവസ്ഥയൊക്കെ വിട്ടുമാറി ഒരു ശാരീരികമായും മാനസികമായും ഒരു സുഖം, സമാധാനം ലഭിക്കും. അനാവശ്യമായിട്ട് നിങ്ങൾ നേരിടുന്ന, അത് സ്വന്തം ബന്ധങ്ങളിൽ നിന്നാണെങ്കിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ നേരിടുന്ന എതിർപ്പുകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു സമാധാനം, സുഖം അനുഭവത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു 10 രൂപ വരുമാനം വരികയും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണപ്രദമാകുന്ന തരത്തിൽ വിനിയോഗിക്കാൻ സാധിക്കുക, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പല നന്മകളും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന സമയം. അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച, നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. അതുപോലെ അവരുടെ ഒരു സ്വാധീനം കുഞ്ഞുങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ധനുരാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഏറെ കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്തി വരുന്നവരാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരൻ സന്താന ഭാഗ്യവും നൽകുന്ന സമയമാണ്. പൊതുവെ ഈ ശുക്രരാശി മാറ്റം ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരുടെ ലൗകിക ജീവിതത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തും. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിലൊക്കെ ഒരു നല്ല മാറ്റം, നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് ശുക്രൻ കേന്ദ്രഭാവത്തിൽ 4-ാം ഭാവത്തിൽ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം, സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ മകരം രാശിക്കാരായ നിങ്ങൾക്ക് ഏറ്റവും യോഗം നൽകുന്ന യോഗകാരകനായ ഗ്രഹമാണ്. ആ ഗ്രഹം തനിക്ക് സമനായി കാണുന്ന കുജൻ്റെ, ചൊവ്വയുടെ രാശിയായ മേടത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 4-ാം ഭാവമായിട്ട് വരും. മകരം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. കർമാധിപതി, ജീവനസ്ഥാനത്തിൻ്റെ അധിപതി. ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി കർമ്മസംബന്ധമായ തടസ്സങ്ങൾ വിട്ടുമാറി ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. മകരം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രതീക്ഷിക്കുന്ന ഉയർച്ചയോ ധനനേട്ടമോ ലാഭമോ ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുക, ആ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന സ്ഥാനക്കയറ്റം, പദവി ഉയർച്ച ഇതൊക്കെ വന്നു ചേരുക, ശമ്പള വർധനവുണ്ടാവുക, പ്രതീക്ഷിക്കുന്ന ഇടത്തേക്കൊരു സ്ഥാനമാറ്റം ലഭിക്കുക, വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ടാവുക, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ തൊഴിലുള്ള കഷ്ടനഷ്ടങ്ങളോ പരാജയങ്ങളോ വിട്ടുമാറി അതുമൂലം ധനലാഭം ഉണ്ടാവുക. ഇങ്ങനെ കർമ്മം സംബന്ധിച്ച്, ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ശുക്രൻ നൽകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ നിങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ച എന്തെങ്കിലും പ്രവൃത്തികളുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് ഈ കാലഘട്ടങ്ങളിൽ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ധനവരവ് ശുക്രൻ നൽകും. പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ജീവിതത്തിൽ ഒരു ഉയർച്ച ഈ ഒരു ശുക്രരാശി മാറ്റം മകരം രാശിക്കാർക്ക് നൽകും. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സുഖസ്ഥാനമാകുന്നത് കൊണ്ട് മാനസികമായും ശാരീരികമായൊരു സുഖം, സമാധാനം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകും.
മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരാശ്വാസം, സുഖം ലഭിക്കും. ആരോഗ്യപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടുകിട്ടുന്ന സമയം. അങ്ങനെ മകരം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു നല്ല സമയമാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ ഉള്ള പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി അതുമൂലം ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ മകരം രാശിക്കാർക്ക് ലഭിക്കും. പ്രധാനമായിട്ടും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി കർമ്മസംബന്ധമായ ഉയർച്ചയും ധനലാഭവും ആയുരാരോഗ്യ സൗഖ്യങ്ങളുമൊക്കെ ശുക്രൻ നൽകും. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല നേട്ടങ്ങളും, മാറ്റങ്ങളും, സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത്. നല്ല രീതിയിൽ പരിശ്രമിച്ചോളൂ. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ വ്യക്തിപരമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് 2ാം ഭാവമായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് കുജൻ. ആ കുജൻ്റെ രാശി ചൊവ്വയുടെ രാശിയാണ് മേടം. മേടത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങൾക്കത് 2ാം ഭാവമായ ധനസ്ഥാനമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഏഴരശനിയുടെ കാഠിന്യത്തിൽ അമർന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് മീനം രാശിക്കാർ. അത് ശാരീരികമായും സാമ്പത്തികമായിട്ടും ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മം സംബന്ധിച്ചിട്ടും ദാമ്പത്യപരമായിട്ടും എന്ന് വേണ്ട ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. വളരെ നല്ല രീതിയിലൊക്കെ ജീവിച്ച് മുന്നോട്ട് വന്നവർ പെട്ടെന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരും ധാരാളമാണ്. അത്രമേൽ ഏഴരശനി, ആ ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടം ബാധിച്ച രാശിക്കാരാണ്. നിങ്ങളെ സംബന്ധിച്ച് മീനം രാശിക്കാരായ പല വ്യക്തികൾക്കും, സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചും ഈ ഒരു ശുക്രരാശി മാറ്റം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ശുക്രൻ ധനസ്ഥാനത്ത് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായ കുജൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾക്കൊരു മാറ്റം വരും. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനെ മറികടക്കാനുള്ളൊരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു സമയത്ത് പണം വന്നു ചേരുക, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ സഹായിച്ച പല വ്യക്തികളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല എന്നുറപ്പിച്ച പണം പോലും ഈ ഒരു കാലഘട്ടങ്ങളിൽ തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളിൽ നിന്നൊരു മാറ്റമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. ഒരുപാട് മാറ്റങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ഉണ്ടാകും. കഴിഞ്ഞ കുറേ കാലങ്ങളായി തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചു വന്ന വ്യക്തികളാണ് മീനം രാശിയിൽപ്പെട്ട പലരും. നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അപ്രതീക്ഷിതമായ പല നേട്ടങ്ങൾ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാവുക, നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് ലഭിക്കുക, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വണ്ടി വാഹന അപകടങ്ങളിൽ മൂലമൊക്കെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ കഷ്ടപ്പെടുന്നവർ അതിൽ നിന്നൊക്കെ തിരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പലതും നിങ്ങളിലേക്ക് ഈശ്വരൻ തിരിച്ചു നൽകുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച ലഭിക്കും, ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റം വന്നു ചേരും, മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും, മനസ്സിനലട്ടുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ശുക്രരാശി മാറ്റം വലിയൊരു വഴിത്തിരിവായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വിട്ടുമാറി ആ ഒരു ബന്ധങ്ങളിൽ, സ്വന്തം ബന്ധങ്ങളിലൊക്കെ ഒരു ദൃഢത ഉണ്ടാകും. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ പല നല്ല കാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കുന്ന ഒരു സമയം ഈ ശുക്രൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ നൽകും.
പൊതുവെ മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ചും ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് മീനം രാശിക്കാർ. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു മാറ്റം ലഭിക്കുന്നതാണ്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വേർപിരിഞ്ഞ് കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം, ഒരു നല്ല മാറ്റം ഈ ശുക്രരാശി മാറ്റം നൽകും. പൊതുവെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കർമ്മപരമായിട്ടുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇനി അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.